3 നിറങ്ങളിലുള്ള റോസാ ചെടികൾ, അതും ക്രീപ്പർ റോസകൾ കോംബോ ഓഫറിൽ വാങ്ങിക്കാം. അതും ചെറിയ ചെടികളല്ല, അത്യാവശ്യം ക്രീപ്പ് ചെയ്ത് തുടങ്ങിയ വലിയ പ്ലാന്റ്സുകൾ തന്നെ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രീപ്പർ റോസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, മതിലിലും വേലിയിൽ, ഗേറ്റിൽ, പർഗോളയിലൊക്കെ ഇങ്ങനെ കയറി പടർന്ന് വളരുന്ന ഒരു പ്ലാന്റാണ് ഈ ക്രീപ്പർ റോസകൾ. ഇനി നമുക്ക് പോട്ടിലാണെങ്കിൽ ഒരു സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെയും കയറ്റി വളർത്താനായിട്ടും സാധിക്കുന്നതാണ്. റോസാ ചെടികൾ വളർത്തുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ലഭിച്ചെങ്കിൽ മാത്രമാണ് നന്നായിട്ട് ഇതിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ വെറുതെ പടർന്ന് കയറി പോകാമെന്നല്ലാണ്ട് പൂക്കൾ കാര്യമായിട്ട് ഉണ്ടാവില്ല. ഒരു 5-6 മണിക്കൂറെങ്കിലും നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വെച്ച് വളർത്തേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് ഈ റോസാ ചെടികൾ. ഇതിന് പോട്ടി മിക്സിനായിട്ട് ആവശ്യം നല്ല നീർവാർച്ചയുള്ള മണ്ണ്, അതുപോലെ ചകിരിച്ചോറോ അല്ലെങ്കിൽ കുറച്ച് ലീഫ് മോൾഡൊക്കെ ആഡ് ചെയ്തത്, പിന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ കമ്പോസ്റ്റ് വളങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചാണകപ്പൊടി ഉപയോഗിക്കാം. 3 നിറങ്ങളിലുള്ള റോസാ ചെടികളാണ് ഇന്നത്തെ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. റെഡ്, വൈറ്റ്, പിന്നെ ഒരു ഡാർക്ക് പിങ്ക് കേട്ടോ. അപ്പോൾ റെഡിനോടൊക്കെ സാമ്യം തോന്നുന്ന തരത്തിലുള്ള ഒരു പിങ്കാണ്. അതും വൈറ്റും കുറച്ച് വലിയ പൂക്കളും. റെഡ് മിനിയേച്ചർ ടൈപ്പുമാണ്. ബട്ടൺ റോസിനേക്കാൾ കുറച്ചുകൂടെ വലുപ്പമുള്ള പൂക്കളാണ്. നല്ല കൊലകൊലയായിട്ടാണ് ക്രീപ്പർ റോസിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ഏകദേശം ഞങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റ്സുകളൊക്കെ പൂക്കളോ മൊട്ടൊക്കെ ആയി നിൽക്കുന്നതും അല്ലാതെ നല്ല ഹെൽത്തിയായ ക്രീപ്പ് ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ്സുകളൊക്കെ തന്നെയാണ് കേട്ടോ. സാധാരണ ബുഷ് ടൈപ്പ് റോസ് മാത്രമല്ല, ക്രീപ്പർ റോസ് ആണെങ്കിലും ആ ഫ്ലവറിങ് കഴിയുമ്പോൾ ആ ഒരു ഭാഗം, ആ തണ്ട് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് വിട്ടാൽ നന്നായിട്ട് എല്ലാ സമയത്തും കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുക തന്നെ ചെയ്യും. വീടുകളുടെ ഗേറ്റ്, വേലി, ആർച്ചുകളൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഈ ക്രീപ്പർ റോസുകൾ. ക്രീപ്പർ റോസിൻ്റെ ഫ്ലവറിങ് നിങ്ങൾക്ക് അറിയാലോ, എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകും. നല്ല അടഞ്ഞ മഴക്കാലത്ത് മാത്രമാണ് ഇവയിൽ പൂക്കളൊന്ന് കുറയുന്നത്. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റ് പ്രൂൺ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായിട്ട് NPK അഥവാ 90-90-19 മാസത്തിൽ ഒരു തവണ, അതുപോലെ തന്നെ കാൽഷ്യം നൈട്രേറ്റ്, ഇവ മാറി മാറി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറെ വളങ്ങളൊന്നും കാര്യമായിട്ട് കൊടുക്കേണ്ടതില്ല. പിന്നെ അടിവളമായിട്ട് നമുക്ക് DAP കൂടി ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ കുത്തി പൂക്കൾ ഉണ്ടാവുക തന്നെ ചെയ്യും. എല്ലാ ദിവസവും നനവും അത്യാവശ്യമാണ്. എങ്കിൽ കൂടിയിട്ടും പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പോട്ടിൽ മാത്രമല്ല, നിങ്ങൾക്ക് നിലത്തും ഈ റോസാ ചെടികളെ വളർത്താനായിട്ട് സാധിക്കും. ഇവ ഓൺ റൂട്ടഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പരിചരണത്തിൻ്റെ ഒരു ആവശ്യം വരുന്നുമില്ല. ബഡ് റോസൊക്കെ ആണെങ്കിൽ നമ്മൾ കാട്ട് റോസൊക്കെ കട്ട് ചെയ്യാനായിട്ട് കറക്റ്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ റൂട്ട് പിടിപ്പിച്ച, കമ്പ് കുത്തി റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സുകളായതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. 3 നിറങ്ങളിലുള്ള ഈ ക്രീപ്പർ റോസ പ്ലാന്റ്സിന് വരുന്ന പ്രൈസ് 555 രൂപയാണ്. ഈ സൈസിൽ അത്യാവശ്യം വള്ളിയൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. റെഡിൻ്റെ ഞാൻ ഏറ്റവും ചെറിയ പ്ലാന്റ്സ് നോക്കിയിട്ടാണ് ഇതിൽ പ്ലാന്റ് സൈസ് കാണിച്ചിരിക്കുന്നത്. ഒരുപാട് ക്രീപ്പ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് കാണിച്ചു കഴിഞ്ഞാൽ ഈ സൈസിലുള്ള പ്ലാന്റ് കിട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ പ്ലാന്റ്സ് തന്നെ നോക്കിയിട്ട് ഇതിൽ നമ്മൾ പ്ലാന്റ് സൈസായിട്ട് കാണിച്ചിട്ടുള്ളത്. കേരളത്തിൽ എവിടെയായാലും കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള ഒരു പ്രൈസാണ് ഈ 555 രൂപ. ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഒരുപാട് പ്ലാന്റ്സ് ഒന്നും നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടില്ല. മാത്രമല്ല, ഈ ഒരു ക്രീപ്പർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ആയി പോകും. അതുകൊണ്ട് എൻക്വയറി ചെയ്ത ഉടൻ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴേക്കും പ്ലാന്റ്സ് സോൾഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത്തരം വെറൈറ്റീസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. കഴിവതും നിങ്ങൾ കോൾ ചെയ്യുന്നതിന് പകരമായിട്ട് മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.